Today's class we deals with a block 3 unit 3 mass communication and culture. നമ്മുടെ കൾച്ചറിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ റോൾ എന്താണ്, അതിൻ്റെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അനലൈസ് ചെയ്യുന്നത്. So, culture encompasses a wide range of elements, including beliefs, values, behaviors, and material objects. It shapes the way people live, think, and interact within a society. So, what do you mean by culture? Culture എന്ന് വെച്ചാൽ എന്താണ്? കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ ബിഹേവിയർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ രീതിയുമായിട്ട് ചേർന്നിണങ്ങുന്ന കുറച്ച് ഒബ്ജക്ട്സ്. മീൻസ് ഇപ്പം കേരള കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ കേരള റിലീജിയൻ, ഹിന്ദു കൾച്ചർ, കേരള കൾച്ചറിന്റെ ഭാഗമാണ്. അത് നമ്മളുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്, നമ്മളുടെ കുറച്ച് ബിലീഫ്സ് ഉണ്ട്, വിശ്വാസങ്ങളുണ്ട്, നമ്മളുടെ കുറച്ച് പ്രത്യേകതരം ബിഹേവിയറിസം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ട്. നമ്മളുടെ അമ്പലം, കുളം, ആല്, ഇത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. Okay, then culture encompasses a wide range of elements, including beliefs, values, behaviors, and material objects. It shapes the way people live, think, and interact within a society. ശരിക്കും പറഞ്ഞാൽ ആ സാധനങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ബിലീഫ്സും വാല്യൂസും ബിഹേവിയേഴ്സും മെറ്റീരിയൽ ഒബ്ജക്ട്സും ഒക്കെ അതുമായിട്ട് ചേർന്നിണങ്ങി ജീവിക്കുന്ന ഒരു ജനതയെ അവയെന്തെന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു, അവർ മോൾഡ് ചെയ്തെടുക്കുന്നു. ഓരോ സംസ്ഥാനത്തും അവരുടേതായ തനതായ കൾച്ചർ ഉണ്ട്. അവരുടെ ഭാഷയിലും വേഷത്തിലും ഫുഡിലും എല്ലാം അത് റിഫ്ലക്ട് ചെയ്യും. അത് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി തീർക്കുന്നു. Language as a cultural tool. Language is not just a means of communication, but also as a tool for expressing culture. It reflects the social values, beliefs, norms of a community. ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമല്ല. ഇറ്റ് ഈസ് നോട്ട് ഓൺലി മീൻസ് ഫോർ ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് ഓൾസോ എ മീൻസ് ടു എക്സ്പ്രസ് അവർ കൾച്ചർ, our values, our beliefs, and the norms of our own community. Language relationship in social relationship. Role in social relationship. Language plays a crucial role in maintaining social relationship. It can bring people together to create barriers depending on their shared or differing cultural background. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരള കൾച്ചർ അല്ല കന്നഡ കൾച്ചർ, അതല്ല തമിഴ് കൾച്ചർ, അതല്ല നോർത്ത് ഇന്ത്യൻ കൾച്ചർ. സോ ഓരോ കൾച്ചറും ഡിഫറെന്റ് ആയിരിക്കുന്നത് പോലെ അവയുടെ ഭാഷകളും ഡിഫറെന്റ് ആയിരിക്കുന്നു. സോ ലാംഗ്വേജ് ഓൾസോ ക്രിയേറ്റ് എ ബാരിയർ ബിറ്റ്വീൻ ദ കൾച്ചേഴ്സ്. Then business and language. In the business world, language used is often tailored to customers' language, highlighting the importance of effective communication in a globalized marketplace. So, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയല്ല ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് ബിസിനസ് ലാംഗ്വേജ്. അവിടേക്ക് വരുമ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ്. ദെൻ ഡിഗ്ലോഷ്യ. ഇത് നമുക്ക് 2 മാർക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഡിഗ്ലോഷ്യ. Diglossia or diglossia, means some cultures have developed a practice of using different languages for different purpose, known as diglossia, reflecting the multifaceted role of language in society. ഇപ്പം ഒരേ കൾച്ചറിൽ തന്നെ പല കാര്യങ്ങൾക്ക് പല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിഗ്ലോഷ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ലാംഗ്വേജിന്റെ മൾട്ടി പർപ്പസ് റോൾ ആണ് നമ്മളിത് കാണുന്നത്. സോ സം കൾച്ചേഴ്സ് ഹാവ് ഡെവലപ്ഡ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. ഇപ്പം നമ്മൾ മലയാളം പഠിക്കുന്നു. ഓക്കെ, മലയാളം നമ്മളുടെ സംസാര ഭാഷയാണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതേ മലയാളം നമ്മൾ എഴുതുമ്പോൾ, നിങ്ങളിപ്പം മലയാളം ലാംഗ്വേജ് പഠിക്കുന്നത്, മലയാളം BA ലിറ്ററേച്ചറോ MA ലിറ്ററേച്ചറോ എടുത്ത് പഠിക്കുന്ന ആൾക്കാരുടെ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് കാണാം, അതിൻ്റെ അകത്തുള്ള ലാംഗ്വേജ് എൻ്റയർലി സ്പോക്കൺ മലയാളത്തിനെക്കാട്ടി ഡിഫറെൻ്റ് ആണ്.
ഓക്കെ. പക്ഷെ അതേ ലാംഗ്വേജിലുള്ള മലയാളത്തിലുള്ള പ്രോസിന്റെ പ്രോസ് മാറ്റിയിട്ട് പോയിട്രി എടുത്തു കൊടുത്താൽ അത് അതിലും കട്ടിയായിരിക്കും. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. നാടകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മലയാളം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷണൽ സ്റ്റൈൽ മാറിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡ്രമാറ്റിക് ഐറണീസ് ഒക്കെ കയറി വരും. ഇതേ മലയാളം നമ്മള് പ്രസംഗ കലയിൽ ഉപയോഗിക്കുമ്പം അതിനും ചേഞ്ചസ് ഉണ്ട്. ഇതേ മലയാളം റിലീജിയനില് പല ട്രാൻസ്ലേഷൻസ് രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് വായിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ഒരേ കാര്യം ഒരേ ലാംഗ്വേജ് പലതരം പർപ്പസ് പലതരം റോളുകൾ ഒരു കൾച്ചറിൽ പ്ലേ ചെയ്യുന്നതിനെയാണ് ഡിഗ്ലോഷി എന്ന് പറയുന്നത്. So some cultures have developed a practice of using different languages for different purpose. അപ്പം ഇതിനെ നമുക്ക് മറ്റൊരു രീതി കാണുകയാണെങ്കിൽ ചില കൾച്ചറുകളിൽ പല ഭാഷകള് പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ നമുക്ക് ഡിഗ്ലോഷി എന്ന് പറയാം. ഓക്കെ. ഇത് ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളിപ്പോൾ പറയത്തില്ലേ, ഇപ്പൊ ദുബായ് പോലെയുള്ള രാഷ്ട്രം ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഓക്കെ. ഇപ്പൊ പാകിസ്ഥാനികളുണ്ടാകാം, അഫ്ഗാനികളുണ്ടാകാം, മലയാളികളുണ്ടാകാം, നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാകാം, അതുപോലെ തന്നെ ആഫ്രിക്കൻസ് ഉണ്ടാകാം, അമേരിക്കൻസ് ഉണ്ടാകും, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സോ ഇവരെല്ലാവരും അവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത്. സോ ആ ഒരു കൾച്ചറിൽ ഡിഫറെന്റ് ലാംഗ്വേജസിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു കൾച്ചറൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ചിന്തിച്ചാലും ഡിഗ്ലോഷി നമുക്ക് മനസ്സിലാക്കാം. അന്നേരം ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ ഡിഫറെന്റ് പർപ്പസ് ഇൻ എ കൾച്ചർ. അന്നേരം അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ ഡിഫറെന്റ് പർപ്പസ് ഇൻ എ കൾച്ചർ ഇസ് കാൾഡ് ഡിഗ്ലോഷ്യ. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞു. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് നോൺ വെർബൽ ക്യൂസ് സച്ച് ആസ് ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, body language, and spatial orientation. Complement language can also lead to misunderstandings due to cultural differences. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റിയും പ്രിസൈസും അതുപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് നമ്മുടെ ഫേഷ്യൽ വോയിസ് മോഡുലേഷൻ, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സ്പേഷ്യൽ ഓറിയന്റേഷൻ, ഇതിനെയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഓരോ കൾച്ചർ മാറുന്നതിനനുസരിച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ചേഞ്ചസ് സംഭവിക്കാം. Then cultural interpretation of nonverbal behavior. Cultural variations in nonverbal behavior can lead to misinterpretations. For example, a culture that values louder speech may view another culture as excitable due to their louder communication style. ഇപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പല കൾച്ചറിലും മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാം. ഓക്കെ. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വെർബൽ കമ്മ്യൂണിക്കേഷനുള്ള ഡിഫറൻസ്. കൾച്ചറൽ വേരിയേഷൻസ് ഉണ്ടാകും. ചില കൾച്ചറിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഉറക്കനെ സംസാരിക്കുന്നതായിരിക്കും താല്പര്യം. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻസ് ഇവർക്കൊക്കെ ഉറക്കനെ സംസാരിക്കുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. തെലുങ്ക് ഇവർക്കൊക്കെ ഉറക്കനെ സംസാരിക്കുന്നതിന് ഇഷ്ടം. പക്ഷെ ഇംഗ്ലീഷ് പീപ്പിൾസിന് അവർക്ക് എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അവർക്ക് കുറച്ച് സ്വരം താഴ്ത്തി പതുക്കെ സംസാരിക്കുന്നതാണ് അവരുടെ ശീലം. സോ ഈ പറയുന്ന ലാംഗ്വേജിൽ നോൺ വെർബൽ ബിഹേവിയർ ലൈക്ക് ലൗഡർ നോയിസ്, സ്പീക്കിംഗ് സ്ലോ വോയിസ്, ഇതൊക്കെ എന്ന് പറയുന്നത് പ്ലേസ് എ കൾച്ചറൽ ഇന്റർഫേസസ്. Then comes to emotional expression. Emotions are often conveyed through body language and non-verbal cues. Different cultures may express emotions differently, leading to potential misunderstanding. ഇപ്പം ഓരോരുത്തർക്കും ഓരോ കൾച്ചറിലുള്ള ആൾക്കാരും അവർക്ക് വിഷമം വരുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഇമോഷൻ ഡെപിക്റ്റ് ചെയ്യണമെങ്കിൽ, വിഷമം മാത്രമല്ല പർട്ടിക്കുലർ ഇമോഷൻ ഡെപിക്റ്റ് ചെയ്യണമെങ്കിൽ അവർ പ്രത്യേകതരം ക്യൂസ് മീൻസ് നോൺ വെർബൽ ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുക. അപ്പോൾ അവരുടെ ആ ഒരു നോൺ വെർബൽ ക്യൂ നമുക്ക് പിടികിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു. Then emblematic gestures. Gestures can carry specific meanings in different subcultures, emphasizing the need for cultural awareness when interpreting nonverbal cues. So, നമുക്ക് ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ എക്സ്പ്രഷനെയാണ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഓരോ കൾച്ചറിൽ വരുമ്പോൾ ഈ ഫേഷ്യൽ എക്സ്പ്രഷന് പലതരം മീനിങ്ങുകൾ
ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഈ ഓരോ കൾച്ചറിലെയും ഫേഷ്യൽ എക്സ്പ്രഷന്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ്. അന്നേരം ഇമോഷൻസും മീനിങ്സും കൾച്ചർ വൈസ് ആയിട്ട് പല കൾച്ചറിലും ഡിഫറെന്റ് ചെയ്യപ്പെടുന്നു. Language and culture influence each other. Culture influence language in terms of vocabulary, sentence, structure, and topic of conversation. It also affects how language is interpreted. Cultural norms and value play a role in shaping communication. ഓരോ ലാംഗ്വേജിലേക്കും വരുമ്പോഴത്തേക്കും അതിന്റെ കൾച്ചറിനെ ബേസ് ചെയ്ത് ഓരോ ഭാഷയുടെ അല്ലെങ്കിൽ ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ കൾച്ചറിനെ ബേസ് ചെയ്ത് അതിന്റെ വൊക്കാബുലറി, സെന്റൻസ് സ്ട്രക്ചർ, ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ഇതിനെല്ലാം ബേസ് ചെയ്ത് അതിന്റെ ഭാഷയ്ക്കും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇറ്റ് ഓൾസോ അഫക്ട്സ് ഹൗ ലാംഗ്വേജ് ഈസ് ഇന്റർപ്രറ്റഡ്. ഇപ്പം ഒരു തെലുങ്കുകാരനും ഒരു മലയാളിയും കൂടെ സംസാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവർക്ക് പരസ്പരം അവരുടെ ലാംഗ്വേജിലുള്ള ക്യൂസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറിനെ പറ്റി അറിയുന്നില്ല, അവരുടെ മോഡ് ഓഫ് ഇന്ററാക്ഷനെ പറ്റിയില്ല അറിയുന്നില്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. സോ കൾച്ചറും ലാംഗ്വേജും പരസ്പരം എപ്പോഴും ചുറ്റുപിണഞ്ഞ് കിടക്കുകയാണ്. Cultural taboos. Certain topics may be considered taboo in one culture but acceptable in another. This influences the content and tone of the conversation. ചില കണ്ടന്റുകൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പം സെക്സിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസിനെ പറ്റി പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില കൾച്ചറിൽ ടാബു ആയിരിക്കും, അവർക്ക് വിലക്കപ്പെട്ടതായിരിക്കും. പക്ഷെ മറ്റു ചില കൾച്ചറിൽ അത് യൂഷ്വൽ, അവർക്ക് കോമൺ ആയിട്ട് പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യം. സോ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിന് മറ്റൊരു വ്യക്തിയുടെ കൾച്ചറിൽ അത് ടാബു ആണ് എന്ന് അറിയാതെ അയാളോട് സംസാരിക്കുമ്പോൾ അയാള് ഈ പറയുന്ന വ്യക്തി മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു. Then language shapes understanding and identity. Language not only reflects but also shape culture. The words used to describe experience and the world influence how people perceive their surrounding and develop their identity. So language shapes understanding and identity. മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ, അയാളുടെ കൾച്ചറിനെ മനസ്സിലാക്കാൻ, അയാളുടെ ദേശത്തിനെ മനസ്സിലാക്കാൻ, എല്ലാത്തിനെയും മനസ്സിലാക്കാൻ അയാളുടെ ഭാഷ നന്നായി പഠിച്ചിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. So in summary, language and culture are deeply intertwined with a language serving as a powerful tool for expressing, transmitting culture. So അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പറയാം ലാംഗ്വേജും കൾച്ചറും പരസ്പരം ഇടകലർന്നിരിക്കുന്നു. ലാംഗ്വേജ്, നല്ലൊരു ലാംഗ്വേജ് നമുക്ക് മറ്റൊരു ആളുടെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കൾച്ചറിനെ പറ്റി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. We have to transmit that culture into our own. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അവരുമായിട്ട് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. സോ അന്നേരം ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ചുകൊണ്ട് പോവുക. ലാംഗ്വേജ് എങ്ങനെയാണ് കൾച്ചറൽ ടൂൾ ആവുന്ന, റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സോഷ്യൽ ഷേപ്പ്, ദെൻ ഡിഗ്ലോഷ്യ, വാട്ട് യു മീൻ ബൈ ഡിഗ്ലോഷ്യ, ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, how can we interpret the non-verbal communication, the effect of emotional expression and emblematic gestures in non-verbal communication, then how language plays the cultural influence to each other, the influence of cultural taboos in a language, then how language shapes and understanding identity. Then the relationship between mass communication and culture. Mass communication and culture തമ്മിലുള്ള relationship. Mutual influence means mass communication and culture are mutually influenced each other. Media's influence on culture. Mass communication is influenced by culture, means media's influence on culture. Then it also create awareness and social issues. So mass communication always create awareness and social issues in the culture. Then mass communication creates community building in the culture, and it has some kind of negative impact. So first, mutual influence. Mass communication and culture are interconnected, with each influencing and shaping each other. Mass communication can spread ideas, values, and beliefs within a culture, while culture can shape messages conveyed through mass communication. സോ മാസ് കമ്മ്യൂണിക്കേഷനും കൾച്ചറും ഇന്റർകണക്റ്റഡ് ആണ്. ഇവ പരസ്പര പൂരകങ്ങളായിട്ട് ഇരുന്നുകൊണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, ഒരു കൾച്ചറിലുള്ള ഐഡിയാസിനെ, വാല്യൂസിനെ, ബിലീഫ്സിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതിനെ ഷേപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ കൾച്ചറിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു.
Then media's influence on culture. Mass media influence television, movies, advertisements has a significant influence on cultural values, beliefs, and norms. It can perpetuate or challenge stereotypes and impact people's opinions and behaviors. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ നമ്മളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആലും അമ്പലവും കുളവും വയലുകളും ഇവിടുത്തെ എന്താ ആൾക്കാരുടെ ജീവിത രീതിയും ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു റിലീജിയസ് ആറ്റിറ്റ്യൂഡും എല്ലാം കാണിച്ചുകൊണ്ട് സിനിമ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമ്മളുടെ കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ മാസ് മീഡിയ ഇൻക്ലൂഡിംഗ് ടെലിവിഷൻ, മൂവീസ്, അഡ്വർടൈസ്മെന്റ്സ് ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ കൾച്ചറൽ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് നോംസ്. It can perpetuate or challenge stereotypes and impact people's opinion and behavior. ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ വരാറുണ്ട് ഓണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മുടെ കൾച്ചറിൽ എന്താണ് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മുടെ ഫെസ്റ്റിവൽസിന് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. Then awareness and social issues. Then media plays a role in creating awareness about cultural heritage, customs, and traditions, as well as addressing social issues. It can be a platform for discussing and influencing public policy. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ കൾച്ചറിലുള്ള ഹെറിറ്റേജ്, നമ്മുടെ പാരമ്പര്യം, അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങൾ, കസ്റ്റംസ്, നമ്മുടെ ട്രഡിഷൻസ് ഒക്കെ നമ്മളുടെ ആ ഒരു ട്രഡിഷനെയും കൾച്ചറിനെയും ഹെറിറ്റേജിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. മീൻസ് അതിനെപ്പറ്റി ജനങ്ങളോട് പറയും. ഇപ്പം തെയ്യം കലാകാരന്മാരെ പറ്റി ഡോക്യുമെന്ററി എടുക്കുക, ഇപ്പൊ നമ്മുടെ ഫോക്ലോർസിനെയൊക്കെ വീണ്ടും പുനരുദ്ധീകരിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുവരിക, അങ്ങനെ കഥകളി ആചാര്യന്മാരെ പറ്റി കൂടുതൽ പഠനം നടത്തുക. ഇതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യും, മീഡിയ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കൾച്ചറൽ അവയർനെസ് ന്യൂ ജനറേഷന് നൽകുന്നു. ആൻഡ് ഓൾസോ പ്ലേസ് ആൻഡ് ഇറ്റ് ഓൾസോ അഡ്രസ് സം കൈൻഡ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് പെർസിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ഇപ്പൊ അതുപോലെ തന്നെ ചില ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നു. മീൻസ് ഇപ്പൊ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്താനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ജനങ്ങൾ പോരാടുമ്പോൾ അതിനോടൊപ്പം നിന്ന് മീഡിയ സഹകരിക്കാനും ഒക്കെ തയ്യാറാണ്. സോ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. Then community building. Mass communication can prevent a sense of community and bring people together. It can spread message of hope, positivity, love and brotherhood, but it can also be used to promote hate literature. ഓക്കെ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, വി ആർ വൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതിൻ്റെ അകത്ത് ഹോപ്പ്, പോസിറ്റിവിറ്റി, ലവ്, ബ്രദർഹുഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ മാസ് മീഡിയയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്, ഹേറ്റ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്യുക. മീൻസ് പൊളിറ്റിക്സിലായാലും ഏത് ഫീൽഡിലായാലും ശരി ആൾക്കാരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഏത് ഫീൽഡ്, ഇപ്പൊ പൊളിറ്റിക്സിലായാൽ തന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് കൂടുതൽ പോസിറ്റീവായിട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതേസമയം UDFനെ അനുകൂലിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള മീഡിയ ചാനലുകളാണെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് കൊടുക്കുന്നു. സോ ഇത് ഒരാളെ പറ്റി കൂടുതൽ വാർത്ത കൊടുക്കുമ്പോൾ മറ്റേയാളെ പറ്റി ഹേറ്റ് ലിറ്ററേച്ചർ കൊടുക്കുക എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നു. സോ അതാണ് ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനകത്ത് വരുന്നത്. ഒരേ സമയം അവർ നല്ലതാണ് ചെയ്യുന്നതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ വാർത്ത എടുക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സമുദായത്തെ പറ്റി അവർ മോശമായിട്ട് പറയുന്നു. Then comes negative impact. Media can have negative effects on culture, such as promoting unrealistic body images, perpetuating stereotypes, and fostering a culture of fear. It can also spread misinformation and promote consumerism. So negative impact ഉണ്ടാകുന്നുണ്ട്. മീൻസ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബോഡി ഇമേജസ് കൊടുക്കുക. നമ്മളിപ്പോൾ പരസ്യങ്ങളിലൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്ന മോഡലുകളുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അന്നേരം അൺറിയലിസ്റ്റിക് ബോഡി ഇമേജ് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും മെലിഞ്ഞിരുന്നാലേ നന്നാവൂ, അങ്ങനെയുള്ള വ്യക്തികളാണ് സുന്ദരികൾ എന്നുള്ള ഒരു വിചാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ മാക്സിമം പോർട്രേ ചെയ്ത് നല്ല സുന്ദരികളാക്കി കാണിക്കും. സോ ഇറ്റ് പെർപെക്ച്വേറ്റ്സ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ഫിയർ. ഇപ്പം നമുക്ക് നമ്മളുടെ തന്നെ കൾച്ചറിനോട് ഒരു ഫിയർ ഉണ്ടാകാനും കാരണമാകും. ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് മിസ്ഇൻഫർമേഷൻ
ഇൻഫർമേഷൻ ആൻഡ് പ്രൊമോട്ട് കൺസ്യൂമറിസം. അത് മാത്രമല്ല ഒരുപാട് സാധനം ഇപ്പം നമ്മൾ പറയത്തില്ലേ ഈ ആമസോൺ, നൈക്ക ഇവരുടെയൊക്കെ പരസ്യം എന്ന് പറയുന്നത് കൺസ്യൂമറിസം ആണ്. കൺസ്യൂമർ പ്രോഡക്ട്സുകൾ അവർ ധാരാളമായിട്ട് ഇതിൻ്റെ അകത്തൂടെ വിറ്റഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനും നമുക്ക് ഇടയാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ മാസ് മീഡിയയും കൾച്ചറും തമ്മിലുള്ള ഇന്ററാക്ഷൻ. സോ അതൊന്ന് ഓർത്ത് വെക്കുക. Then roles of mass media in preserving culture. Promoting culture ഈ പറയുന്നത് നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ മാസ് മീഡിയ എന്തൊക്കെ റോളാണ് എടുക്കുന്നത്? നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ മാസ് മീഡിയയും കൾച്ചറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്. ഇനി പറയാൻ പോകുന്നത് മാസ് മീഡിയ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? Promoting cultural values and diversity, preserving cultural heritage, educating about different cultures, then challenging stereotypes, promoting cultural tourism, socialization and integration, inclusiveness, transmitting new ideas, acceptance and tolerance. So, first promoting cultural values and diversity. ഇത് ഹെഡിങ് നിങ്ങൾക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. അത് ഹെഡിങ്ങുകൾ നിങ്ങൾ പഠിച്ചു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വൺ ലൈൻ ഒരു ഡെഫിനേഷൻ ആണ് തന്നിരിക്കുന്നത്. Mass media helps to promote cultural values and diversity by showcasing different cultural perspectives. ഇപ്പൊ പലതരത്തിലുള്ള കൾച്ചറൽ വാല്യൂസിനെയും അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ ഈ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പട്ടിയെ തിന്നും, മരച്ചി മരപ്പട്ടിയെ തിന്നും, മറ്റേതിനെ തിന്നും, പാറ്റയെ തിന്നും, ഉറുമ്പിനെ തിന്നും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ അവരുടെ കൾച്ചറിൽ അത് ഇറ്റ്സ് ഓക്കെ ആണ്. സോ മറ്റൊരാളുടെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സഹായിക്കുന്നു. And preserving cultural heritage, it creates awareness about cultural heritage, customs and tradition, helping to preserve them. അതുപോലെ തന്നെ നമ്മളുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള ഇപ്പൊ കൊട്ടാരങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ അതിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ കഴിയുന്നു. Educating about different cultures. Mass media educate peoples about different cultures, fostering cultural exchange and understanding. പലതരം കൾച്ചേഴ്സിനെ കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് ബോധവാന്മാരാക്കാനും അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനും സഹായിക്കും. ഇപ്പം ഒരുപാട് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന മേഖലകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള കൾച്ചറൽ സ്റ്റഡീസിലൂടെ പല കൾച്ചറിനെ പറ്റി സ്റ്റഡി നടത്താനും അതുവഴി കൾച്ചറൽ സ്റ്റഡീസ് വഴി എങ്ങനെയാണ് കൾച്ചർ കൂടുതൽ നമുക്ക് ഉപയോഗപ്രദമാകുന്നതെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നു. Then challenging stereotypes. It can challenge stereotypes and prejudices, contributing to more inclusive societies. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രെജുഡിസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള കൾച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന വഴി നമുക്ക് കഴിയുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ കോൺസെപ്റ്റുള്ള ഒന്നല്ല ഈ സീറോ സൈസ് എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മളുടെ കോൺസെപ്റ്റ് അല്ല. നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ ഷേപ്ഡ് ബോഡിയാണ് നമ്മൾ ഇന്ത്യക്കാർക്കുള്ളത്, പിയർ ഷേപ്ഡ് ബോഡി. പക്ഷേ ഈ സീറോ സൈസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് ബോഡി കോൺസെപ്റ്റ് ഒക്കെ വരുന്നത് യൂറോപ്യൻസിനാണ്. ഓക്കെ, അന്നേരം നമ്മളുടെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൾച്ചറിലുള്ള ആൾക്കാരെ നമ്മളുടെ ഇവിടെയുള്ള മോഡൽസിനെ ഇറക്കി അവരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പം യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഒരു ഒരു 5 to 6 ഇയേഴ്സിന് മുമ്പ് എവിടെ ചെന്നാലും കടകളിലെ മാനിക്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുന്ന പ്രതിമകളെല്ലാം വളരെ മെലിഞ്ഞുണങ്ങിയ പ്രതിമകളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മാനിക്വിൻ എങ്ങനെ അവർക്ക് ഇച്ചിരി വണ്ണമുള്ള പ്രതിമകളെയാണ് വെക്കുന്നത്. സോ നമ്മുടെ കൾച്ചറിനെ പല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുകയാണ്. യൂഷ്വലി ഇച്ചിരി വണ്ണമുള്ള പ്രതിമകൾ വെക്കുമ്പോൾ ആൾക്കാർക്കിടയിൽ ഒരു ധാരണയുണ്ട്, ഇച്ചിരി വണ്ണമുള്ളതാണ് നല്ലത്. മീൻസ് അതാണ് നമ്മളുടെ കൾച്ചർ. നമ്മളുടെ ബോഡി ഷേപ്പിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളുടെ കൾച്ചറിലുള്ള സാധനങ്ങളെയും മെറ്റീരിയൽസിനെയും എല്ലാം മാറ്റിയെടുക്കുക. സോ പ്രൊമോട്ടിംഗ് കൾച്ചറൽ ടൂറിസം. മീഡിയ പ്രൊമോട്ട്സ് കൾച്ചറൽ ടൂറിസം ബെനിഫിറ്റിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇക്കണോമിക്കലി. അല്ലേ, ഇപ്പം നമ്മളുടെ സ്ഥലത്ത് ഇപ്പം കൃഷ്ണപുരം കൊട്ടാരം അത് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതിപ്പോൾ ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറിക്കൊള്ളുന്നു. അന്നേരം നമ്മളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടൂറിസം മേഖലയുമായിട്ട് ബന്ധിപ്പിക്കുക. Then socialization and integration. Mass media facilitates socialization among youth, leading to cultural and national integration. So, socialization of the youth and integration. ഇപ്പം സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുക? പരസ്പര പൂരകങ്ങളായിട്ട് മാറുക, അവർ പരസ്പരം സഹകരിക്കുക, അവർ മാസ് മീഡിയയും അതുപോലെ തന്നെ സൊസൈറ്റിയും ഒത്തൊരുമിച്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് കൾച്ചറൽ നേഷണൽ ഇന്റഗ്രേഷന് സാധ്യമാകും.
ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റെതായ തനതായ കൾച്ചർ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ ഓരോ സ്റ്റേറ്റുകളുള്ള ആ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ കൾച്ചറുകളുണ്ട്. സോ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ഫോം ചെയ്യാൻ ഈ സ്റ്റേറ്റിന്റെ എല്ലാ സ്റ്റേറ്റുകളുടെയും കൾച്ചറിന്റെ ഒരു സംയമനം നമുക്ക് ആവശ്യമാണ്. Then inclusiveness. It promotes the inclusion of subaltern population into mainstream society and highlight their uniqueness. അത് മാത്രമല്ല നമുക്ക് എന്താ ഇൻക്ലൂസീവ്നെസ് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചേർത്ത് ഇണക്കണം അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. ആരെ മുന്നോട്ട് കൊണ്ടുപോകണം? സബാൾട്ടേൺ പോപ്പുലേഷൻ. സബാൾട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് പീപ്പിൾസ്. ഇപ്പം SC ST അതുപോലെ തന്നെ ഗോത്രവർഗക്കാര് ഇങ്ങനെയുള്ള ആൾക്കാര് വളരെ നീചരെന്ന് കരുതുന്ന ചില മേളാളെന്ന് കരുതുന്ന ചില ഗോത്രവർഗക്കാര്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കൾച്ചറിനെ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മൾ അവരെയും കൂടെ നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ മെയിൻ സ്ട്രീം കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരണം. Then transmitting new ideas. Mass media not only disseminates culture but also introduces new elements and ideas from other culture such as fashion trends. അന്നേരം മാസ് മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ കൾച്ചറിനെ മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? കൾച്ചറിലേക്ക് പുതിയ കാര്യങ്ങളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ഫാഷൻ. പണ്ട് ഇവിടുത്തെ സ്ത്രീകൾ ഒരിക്കലും ചുരിദാർ ഇട്ടിരുന്നില്ല. നമ്മളുടെ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ കസവും മുണ്ടും മറ്റു കാര്യങ്ങളും നേരിയതും ഒക്കെ ഉടുത്ത് നടക്കുന്ന അമ്മമ്മമാരായിരുന്നു. ലേറ്റർ ആണ് പിന്നെ ഇവിടെ സാരി വന്നത്. സാരി വന്നതിന് ശേഷം പിന്നീട് അത് ചുരിദാറിലേക്ക് മാറി. ചുരിദാറിൽ നിന്ന് അത് പാവാടയിലേക്കും സ്കേർട്ടിലേക്കും മാറി. പിന്നീട് അതിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് ടീഷർട്ടും ജീൻസിലേക്ക് മാറി. സോ ഇത് കൾച്ചറിൽ കൊണ്ടുവന്ന ഒരു ഷിഫ്റ്റ് ആണ്. ട്രാൻസ്മിറ്റിംഗ് ന്യൂ ഐഡിയാസ് ഇൻ ടു ദ കൾച്ചർ. Then acceptance and tolerance. It promote acceptance and tolerance of cultural difference. നമ്മുടെ കൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ സഹിക്കാൻ ഒക്കെ ഒരു മാറ്റം വേണം. മീൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ചുരിദാർ ഇട്ട് കിടന്നപ്പോൾ നമ്മളെ പരിഷ്കാരികൾ എന്ന് വിളിച്ചു. ബാക്കിയുള്ളവര് പിന്നീട് ടീഷർട്ടും ജീൻസും ഇട്ടപ്പോൾ അവരെയും പരിഷ്കാരികൾ എന്ന് വിളിച്ചു. ഷോർട്സ് ഇട്ടപ്പോൾ അവരെയും പരിഷ്കാരികൾ എന്ന് വിളിച്ചു. സോ ഓരോ ജനത അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ ടോളറേറ്റ് ചെയ്യാനും കൾച്ചറൽ ഡിഫറൻസിനെ മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ് വേണം. Then importance of preserving culture. ഒരു കൾച്ചർ പ്രിസർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ കൾച്ചർ പ്രിസർവ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഓരോരുത്തർ US-ലും UK-ലും പോകുന്നുണ്ട്. പക്ഷെ ഓണത്തിന്റെ ടൈം ആകുമ്പോൾ എല്ലാവരും ഇവിടെ നാട്ടിലെങ്ങാനാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത് അതുപോലെ അത്തപ്പൂ ഇടുന്നു, സെറ്റും മുണ്ടും കൊടുക്കുന്നു, സദ്യ വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഈ പറയുന്ന കൾച്ചറിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടെ കേരളത്തിലല്ല, പക്ഷെ എന്നിട്ടും ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് ഒരു കൾച്ചറിന്റെ ഭാഗമാണ്, ഇല്ലേ? ആ ഒരു ട്രഡീഷൻ, ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. First, tradition and identity. Preserving cultures keeps tradition alive and provides a sense of identity and belonging. നമ്മളൊരു കൾച്ചർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ പെട്ടതാണ് എന്നുള്ളൊരു ബിലോങ്ങിങ്നെസ് നമുക്ക് തോന്നും. ഇപ്പം അങ്ങനെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങള് മുസ്ലിംസ് അവര് നോമ്പിന്റെ സമയമാകുമ്പോൾ ചില ആൾക്കാർ നോമ്പ് എടുക്കാറില്ല. അന്നേരം ചോദിക്കുന്ന ഇതാണ്, എന്താണ് നീ മുസ്ലിം അല്ലേ, നീ എന്താ നോമ്പെടുക്കാത്തെ? അപ്പൊ നോമ്പെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും നീ എന്താ നോമ്പെടുത്താല് എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞ എന്താണ്, നമ്മൾ നോമ്പെടുക്കുന്നത് നമ്മളുടെ വ്രതത്തിന്റെ ഭാഗം കൂടി അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്റെ ഭാഗം കൂടിയാണ്. പക്ഷേ അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഉത്സവവും. ഇപ്പം കണ്ടിട്ടില്ലേ, ഇവിടുന്ന് ബംഗാളികൾ അവരുടെ സംസ്ഥാനത്തെ ഉത്സവത്തിന്റെ ടൈം ആകുമ്പോൾ അവരെല്ലാരും ഇവിടുന്ന് പോകും. കാരണം എന്താണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദെയർ ഐഡന്റിറ്റി, അല്ലേ? അവരുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യണം, അവരുടെ ഫാമിലിയായിട്ട് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എ കൈൻഡ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് വൺനെസ്. Then passing down knowledge. It allows for the transmission of knowledge and values from one generation to the next. ഇല്ലേ? നമ്മൾ എന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്, അത് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിസർവ് ചെയ്യുന്നത്. Learning from history. Preserving cultures keeps history alive and enables us to learn from our past.
ഇല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ നമ്മളുടെ ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ മിത്ത്, ആ മാവേലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു മിത്താണ്. ആ മിത്തിലേക്ക് പോകുന്നു. അവിടെ അതിനെപ്പറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അന്നേരം കുറച്ച് പേര് ഡിസ്കസ് ചെയ്യുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഓണാഘോഷിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഒരു ഹിസ്റ്ററിക്കുള്ള ഒരു തിരിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ഒരു മിഥോളജിയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് നടത്താം. Then promoting diversity, it fosters diversity and understanding between different cultures. Then pride എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോസ്റ്റേഴ്സ് ഡൈവേഴ്സിറ്റി. ഇപ്പം ഇവിടെയൊക്കെ ചില ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. അവര് വന്ന് നമ്മളുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമാകുന്നു. അവര് സെറ്റ് സാരി എടുക്കുന്നു. സോ ഒരു ഡൈവേഴ്സിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നു. Then pride and heritage, preserving culture fosters pride and appreciation of our heritage. ശരിക്കും നമ്മളുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ അഭിമാന പുളകിതരാകുകയാണ്. Role of new media platforms can help preserve culture by allowing people to share stories, traditions, customs, making cultural practice accessible to future generation. ശരിക്കും പറഞ്ഞ് കണ്ടിട്ടില്ലേ, ഓണത്തിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ താരങ്ങളുടെയൊക്കെ അവരുടെ ഓണം എങ്ങനെയായിരുന്നു, അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുക, അവരുടെ കസ്റ്റം, അവരുടെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു, അവര് അവിടെ ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നു, അവർ ഇങ്ങനെയായിരുന്നു. സോ അവരുടെയൊക്കെ ചർച്ചകൾ വെക്കാറുണ്ട് ഇല്ലേ? സോ മീഡിയയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പഴയ ഓണാഘോഷങ്ങളും ഓണവിഭവങ്ങളും പണ്ട് ഓണത്തിന് എങ്ങനെയായിരുന്നു സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, പുതിയ പുതിയ രുചിക്കൂട്ടുകളും എല്ലാം നമുക്ക് മുൻപിൽ കൊണ്ടുവരാറുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഹൗ ക്യാൻ വി പ്രിസർവ് അവർ കൾച്ചർ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിങ് അവർ കൾച്ചർ ഇൻ ഓർഡർ ടു preserve the tradition and identity, in order to passing down the knowledge to new generation, to learn from the history, promote the diversity, pride and heritage. Then role of new media. Then popular culture. Media's role in cultural awareness. Popular culture എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം ആ സെക്കൻഡ് കിടക്കുന്നത് നമുക്ക് നോക്കാം. പോപ്പുലർ കൾച്ചർ എന്ന് വെച്ചാൽ എന്താ? പോപ്പുലർ കൾച്ചർ റെപ്രസെന്റ്സ് ദ പ്രിവെയിലിംഗ് fads and trends and perspectives widely accepted by contemporary society. ഇപ്പം ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനെയാണോ തിരയുന്നത്, എന്തിനെ പറ്റിയാണോ അന്വേഷിക്കുന്നത്, അവരുടെ കൂടുതൽ പേരുടെയും കാഴ്ചപ്പാട് എന്താണ്, അവർ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് എന്താണ്, ആ കൾച്ചറാണ് പോപ്പുലർ കൾച്ചർ. ഇന്നത്തെ കാലത്ത് ആരും നേരിയതും മുണ്ടും ഉടുത്ത് നടക്കാറില്ല. ഇന്നത്തെ കാലത്ത് ആരും സംസ്കൃത ഭാഷ സംസാരിക്കാറില്ല. ഇന്നത്തെ കാലത്ത് ആരും നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കാറില്ല. ഇതെല്ലാം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. സോ ഇപ്പോൾ എന്താണോ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത്, കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്, അതിനെയാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. Media, both locally and globally, is instrumental in shaping and promoting popular culture, influencing mainstream life. അല്ലേ? നമ്മളുടെ ഗ്ലോബൽ മീഡിയ ആയിക്കോട്ടെ, ലോക്കൽ മീഡിയ ആയിക്കോട്ടെ, അവരെന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള കൾച്ചറിനെ അവർ മെയിൻ സ്ട്രീം ലൈഫിലേക്ക് കൊണ്ടുവരികയും അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും. അന്നേരം പോപ്പുലർ കൾച്ചർ നോക്കി വെച്ചിട്ട് പോവുക. ഡെഫിനേഷൻ നമുക്ക് ചോദിക്കാം. ഡിഫൈൻ പോപ്പുലർ കൾച്ചർ. മീഡിയസ് റോൾ ഇൻ കൾച്ചറൽ അവയർനെസ്. കൾച്ചറൽ അവയർനെസ്സിൽ മീഡിയയുടെ റോൾ എന്താണ്? Mass media serves as a primary means through which people gain knowledge about other cultures. It plays a crucial role in promoting cultural understanding and appreciation by providing insights into different ways of life. So, മാസ് മീഡിയ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പേർക്കും ഒരു നോളജ് ഗെയിൻ ചെയ്യാനുള്ള സ്ഥലമാണ്. നമ്മളുടെ കൾച്ചറിനെ പറ്റി, നമ്മളുടെ ഭാഷയെ പറ്റി, നമ്മൾക്ക് പല കാര്യങ്ങൾക്കും അറിവുണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന മാസ് മീഡിയ എന്ന് പറയുന്നത്. Mass media is a powerful force that not only reflects but also shapes society's evolving tastes, values, and norms. It serves as a conduit for cultural change and adaptation in response to new ideas and trends. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സമൂഹത്തിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അന്നേരം ഈ മാറ്റങ്ങളെ ദ്രുതഗതിയിലാക്കാൻ, അതിന് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടാൻ സഹായിക്കുന്നത് മാസ് മീഡിയയാണ്. കാരണം ജനങ്ങളെല്ലാം ഇപ്പോഴും മാസ് മീഡിയയുടെ ഫ്രണ്ടിലാണുള്ളത്, സോഷ്യൽ മീഡിയയുടെയും പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ ഫ്രണ്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന ചേഞ്ചസിനെ കൂടുതലും അറിയാനും അവരിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനും മാസ് മീഡിയ സഹായിക്കുന്നു.
ദെൻ ഇത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് കൊടുത്തിട്ടുള്ളത്. കേട്ടോ? അന്നേരം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ്